ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21-ാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3, ISROവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോ പോയി കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ബേസിക് ചോദ്യങ്ങളായിരിക്കും. അതിനുശേഷം നമ്മൾ ടഫായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിലെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ ചോദ്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1969 ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ജൂലൈ 21-ാം തീയതിയാണ് നമ്മൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ ജൂലൈ 20 ആയിരുന്നു ആ സമയം. നമുക്കറിയാം അമേരിക്കയിൽ എപ്പോഴും 12 മണിക്കൂർ പുറകിലാണ് ഇന്ത്യൻ സമയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അമേരിക്കയിൽ ജൂലൈ 20 എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചില സോഴ്സിൽ നിങ്ങൾക്ക് ചാന്ദ്രദിനം ജൂലൈ 20 ആണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ ജൂലൈ 21-നാണ് ചാന്ദ്രദിനം. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ ആരാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നീൽ ആംസ്ട്രോങ് ആണ്. രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൽഡ്രിഡ് എന്ന് പറയുന്ന ആളാണ്. എഡ്വിൻ ആൽഡ്രിഡ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ. അടുത്ത ചോദ്യം, നീൽ ആംസ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രിനെയും ചന്ദ്രനിലെത്തിച്ച അമേരിക്കൻ ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം അപ്പോളോ 11. നീൽ ആംസ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രിനെയും ചന്ദ്രനിലെത്തിച്ച അമേരിക്കൻ ബഹിരാകാശ പേടകത്തിൻ്റെ പേര് അപ്പോളോ 11 എന്നായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരം അപ്പോളോ 11. നാലാമത്തെ ചോദ്യം, അപ്പോളോ 11 പേടകത്തിൽ ചന്ദ്രനിലേക്ക് പോയെങ്കിലും ചന്ദ്രനിൽ ഇറങ്ങാതെ മാതൃപേടകത്തിൽ അതായത് കമാൻഡ് മൊഡ്യൂളിൽ തന്നെ തുടർന്ന മൂന്നാമത്തെ ബഹിരാകാശ സഞ്ചാരിയുടെ പേരെന്ത്? ഉത്തരം മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ് ആണ് ചന്ദ്രനിലേക്ക് പോകാതെ ആ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ മാതൃപേടകത്തിൽ തന്നെ തുടർന്ന മൂന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി. ആദ്യത്തേത് നീൽ ആംസ്ട്രോങ്, രണ്ടാമത്തേത് എഡ്വിൻ ആൽഡ്രിൻ, മൂന്നാമത്തേത് മൈക്കൽ കോളിൻസ്. 3 പേരും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്രപ്രസിദ്ധമായ ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? മലയാളത്തിൽ അതിനെ പ്രശാന്തിയുടെ കടൽ എന്നാണ് വിളിക്കുന്നത്. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആ ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തിയുടെ കടൽ അല്ലെങ്കിൽ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. ആറാമത്തെ ചോദ്യം വളരെ സിമ്പിളായ ചോദ്യമാണ്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ എത്തിച്ച അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരം നാസയാണ്. നാസയാണ് ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യരെ എത്തിച്ച അമേരിക്കൻ സ്പേസ് ഏജൻസി. നാസയുടെ ഫുൾ ഫോം കൂടി ഇതിനോടൊപ്പം ഓർത്തിരിക്കുക. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. LP ക്ലാസ്സുകളിലാണ് ഈ ചോദ്യം ചോദിച്ചു കാണാറ്. ഉത്തരം ചന്ദ്രനാണ്. നമ്മുടെ ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ് നമ്മുടെ ചന്ദ്രനാണ്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. നമുക്കറിയാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡാണ്, അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം വെറും 1.3 സെക്കൻഡാണ്. ഈ 2 വാല്യൂസും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ സൗത്ത് പോളിൽ വിജയകരമായി പേടകം ഇറക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ സൗത്ത് പോളിൽ വിജയകരമായി പേടകമിറക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നില്ല, സോഫ്റ്റ് ലാൻഡിങ്ങിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ തകർന്നു വീണ ആ സ്ഥലത്തിന് നൽകിയിരുന്ന പേരെന്താണ്? നമുക്കറിയാം 2019 വിക്ഷേപിച്ച ലാൻഡിങ്ങിന്റെ അവസാന നിമിഷം ചന്ദ്രനിൽ തകർന്നു വീണ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 2. ആ ഒരു ചാന്ദ്രയാൻ 2 തകർന്നു വീണ ആ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പോയിന്റ് തിരങ്ക പോയിന്റ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട പേരാണത്. ഉത്തരം തിരങ്ക പോയിന്റ്. 11ാമത്തെ ചോദ്യം ഇതാണ്, ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ ഉള്ളത്? ഉത്തരം 6ൽ 1 ഭാഗം മാത്രമാണ്. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 1/6 ഭാഗം മാത്രമാണ് ചന്ദ്രനിലുള്ളത്. 12ാമത്തെ ചോദ്യം, ചന്ദ്രനിലേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ഉത്തരം ലൂണ 1. ലൂണ 1 ആണ് ചന്ദ്രനിലേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം. ഇതെപ്പോഴാണ് അയച്ചതെന്നും ആരാണ് അയച്ചതെന്നും ഓർത്തിരിക്കുക. സോവിയറ്റ് യൂണിയൻ ആണ് ഈ ഒരു ലൂണ 1നെ ചന്ദ്രനിലേക്ക് അയക്കുന്നത്. വർഷം 1959. ചോദ്യം നമ്പർ 13, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി വന്നിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ഉത്തരം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ലൂണ 1ന് ശേഷം അയച്ച ലൂണ 2 ആണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി വന്നിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം സോവിയറ്റ് യൂണിയൻ തന്നെ അയച്ച ലൂണ 2 ആണ്. 14ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഗോൾഫ് കളിച്ച് റെക്കോർഡിട്ട ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. അപ്പോളോ 14 മിഷനിലായിരുന്നു ഇത് സംഭവിച്ചത്. ചന്ദ്രനിൽ ഗോൾഫ് കളിച്ച് റെക്കോർഡിട്ട ബഹിരാകാശ സഞ്ചാരിയുടെ പേര് അലൻ ഷെപ്പേർഡ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. PDF വേണ്ടവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 15ാമത്തെ ചോദ്യം, ഒരു മാസത്തിൽ തന്നെ ഉണ്ടാവുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ അല്ലെങ്കിൽ ഫുൾ മൂണിനെ വിളിക്കുന്ന പേരെന്താണ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉത്തരം ബ്ലൂ മൂൺ എന്നാണ്. ഒരു മാസത്തിൽ തന്നെ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേര് ബ്ലൂ മൂൺ എന്നാണ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ISROയുടെ മുഴുവൻ രൂപം അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്താണ്? ഫുൾ ഫോം എന്താണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീൽ ആംസ്ട്രോങ് ആണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് നന്ദിത P, ദയ, കൈലാസനാഥ്, കാശിനാഥ്, അൻവി R, വിവിഡ്, ആത്മജ്, ആദ്യ കൃഷ്ൺ R, ശുഭ, അബ്ദുള്ള, അതുപോലെ തന്നെ തീർത്ഥ, നിഹ, മഹിഷ്മ എന്നിവരാണ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ 25ഓളം ചോദ്യങ്ങൾ പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.